ആദ്യമായി തന്നെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ വിജയദിനമാണ്. കർത്താവായ ഈശോ ഉത്ഥാനത്തിലൂടെ മരണത്തെ തോൽപ്പിച്ചു, തിന്മയെ തോൽപ്പിച്ചു, നിരാശയെ തോൽപ്പിച്ചു. ലോകത്തിന് മുഴുവന് ആഹ്ലാദം പകർന്ന ദിനമായി ഈസ്റ്റർ അങ്ങനെ മാറുകയുണ്ടായി. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം മരണത്തിന് ഉത്തരം കണ്ടെത്താൻ അവന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ അർത്ഥം, മരണത്തിൻ്റെ അർത്ഥം, മരണാനന്തര ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ, ഇതൊക്കെയാണ് ചിന്തിക്കുന്ന മനുഷ്യനെ എല്ലാ കാലത്തും അലട്ടുന്ന പ്രശ്നം. അതിനൊരു മറുപടിയാണ് ഈശോയുടെ ഉത്ഥാനം. ജീവിതത്തിനും മരണത്തിനും മരണാനന്തര ജീവിതത്തിനും അർത്ഥമുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഈശോയുടെ ഉത്ഥാനത്തിലൂടെ. മനുഷ്യനെക്കുറിച്ച് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അവന് മഹത്വമുള്ളവനാണ്, എല്ലാമുള്ളവനാണ്, ശക്തനാണ്. സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മാലാഖമാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറയുക. മനുഷ്യനെക്കുറിച്ചുള്ള രണ്ടാമത്തെ കാഴ്ചപ്പാട് അവൻ വളരെ ദുർബലനാണ്, നിസ്സാരനാണ്, ക്ഷണികനാണ് എന്നുള്ളതാണ്. സങ്കീർത്തന പുസ്തകം 103-ാം അധ്യായത്തിൽ ഈ ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് മനുഷ്യന് വയലിലെ പുഷ്പം പോലെയാണ്. ചുടുകാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു വീഴുന്നു, അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി തീരും എന്നാണ്. ഇങ്ങനെയുള്ള മനുഷ്യനെ എല്ലാ കാലത്തും അലട്ടുന്നതാണ് ഈ മൃത്യുഭയം. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് മരണത്തിന് മുൻപിൽ മരവിച്ച് നിന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രീകരണം നമ്മൾ വായിക്കുന്നുണ്ട്. അത് ലാസറിൻ്റെ കുടുംബമാണ്. ചെറുപ്പക്കാരനായിരുന്ന ലാസർ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. സഹോദരിമാരായ മർത്തായും മറിയവും ലാസറിൻ്റെ വേർപാടിൽ ദുഃഖിതരായി കഴിയുകയായിരുന്നു. ഈശോ ആ വീട്ടിലെത്തുന്നു. തങ്ങളുടെ നിസ്സഹായത അവർ ഏറ്റുപറയുന്നു. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. കർത്താവിനറിയാമായിരുന്നു താൻ ഉയർത്തെഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽക്കുന്നത് ജീവൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ സംഭവിച്ചതായി യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുള്ള സമവീക്ഷണ സുവിശേഷങ്ങളിൽ അവസാന ഭാഗത്ത് ചിത്രീകരിച്ചിട്ടുള്ള ജെറൂസലം ദേവാലയം ഈശോ ശുദ്ധീകരിച്ചപ്പോൾ തനിക്ക് എന്തധികാരമാണുള്ളത് എന്ന് അവിടെ ഉണ്ടായിരുന്നവർ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറയുകയുണ്ടായി, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാൻ 3 ദിവസം കൊണ്ടത് പുനരുദ്ധരിക്കുമെന്ന്. പക്ഷേ അത് കേട്ട ജനങ്ങൾക്കത് സമ്മതിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ബൃഹത്തായ ജെറൂസലം ദേവാലയം 46 സംവത്സരങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയതാണ്. ഏതാണ്ട് 1.25 ലക്ഷം മനുഷ്യരുടെ അധ്വാനമാണ് ഇത്രയും വർഷങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈശോ യഥാർത്ഥത്തിൽ ദേവാലയം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് തൻ്റെ ശരീരത്തെയാണ്. താൻ ഉത്ഥിതനാകുമെന്ന് അന്ന് ഈശോ പറഞ്ഞതാണ്. ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന
ആ വചനങ്ങളുടെ പൂർത്തീകരണം എന്നുള്ള നിലയിലാണ് ഈശോ കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്തത്. ഉത്ഥിതനായ ഈശോയെ കാണാൻ ഭാഗ്യം ലഭിച്ചത് സ്ത്രീകൾക്കാണ്. മഗ്ദലന മറിയം ഈശോയുടെ ശവകുടീരം സന്ദർശിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ചെന്നപ്പോൾ ശൂന്യമായ കല്ലറയാണ് അവിടെ കണ്ടത്. ദൈവദൂതന്മാർ പറഞ്ഞു, നീ പേടിക്കേണ്ട, കർത്താവ് അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. കർത്താവിൻ്റെ ഈ ഉത്ഥാനമാണ് മനുഷ്യന് പ്രത്യാശ നൽകുന്നത്. മനുഷ്യൻ്റെ എല്ലാ തരത്തിലുമുള്ള വേദനകളെയും ഭയങ്ങളെയും ഇല്ലാതാക്കുന്നത് കർത്താവിൻ്റെ ഉത്ഥാനമാണ്. അത് പ്രതീക്ഷയുടെ കേന്ദ്രമാണ്. അത് സാന്ത്വനപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. കർത്താവ് ഉത്ഥാനം ചെയ്തോ ഇല്ലയോ എന്ന് ആർക്കും സംശയമില്ല. ശൂന്യമായ കല്ലറ കണ്ടിട്ടല്ല. കർത്താവ് ഉത്ഥിതനായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും ജീവിച്ചിരിക്കുന്ന ക്രൈസ്തവരുടെ സാന്നിധ്യമാണ്. അവരുടെ ആരാധനാലയങ്ങളാണ്. ആരാധനാലയങ്ങളോട് ചേർന്ന് അവർ പടുത്തുയർത്തിയിട്ടുള്ള പല തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. ക്രൈസ്തവർ ജീവിച്ചു വരുന്ന സുവിശേഷ മൂല്യങ്ങളാണ്. അവരുടെ സ്നേഹജീവിത ശൈലിയാണ്. കർത്താവിൻ്റെ ഉത്ഥാനം അതുകൊണ്ട് പുതിയ ഒരു സംസ്കാരം ലോകത്തിന് സമ്മാനിക്കുകയുണ്ടായി. സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹവാസത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ പുതിയ ഒരു സംസ്കാരമാണ് പൊതുജീവന് നൽകുന്ന ഈസ്റ്ററിലൂടെ ലോകത്തിന് ലഭിക്കുന്നത്. ഈ മഹാസന്തോഷത്തിലേക്ക് മനുഷ്യന് കടക്കണമെങ്കിൽ അടിസ്ഥാനപരമായ വ്യവസ്ഥ ഈശോയോട് കൂടെ മരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഈശോയുടെ അതേ ജീവിതശൈലി മനുഷ്യൻ അഭ്യസിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധവാരം അതിൻ്റെ പൂർത്തീകരണമായ ഈസ്റ്റർ ദിനം ഇതെല്ലാം മനുഷ്യനെ നവീകരിക്കാനും ലോകത്തെ പുതുതാക്കാനും ഉപകരിക്കുന്നതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ഒരിക്കൽ കൂടി ഈസ്റ്റർ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.